വാക്കുകളെ ഭംഗിയായി അടുക്കി വെച്ച് വാചകങ്ങളായി മാറുമ്പോൾ നല്ല എഴുത്തുകൾ ഉണ്ടാകുന്നു. ആ എഴുത്തുകൾ പൂർണ്ണതയിലെത്താൻ സാഹചര്യങ്ങൾ അനുകൂലമായിരിക്കണം. എഴുതാനുള്ള കഴിവുണ്ടെങ്കിലും അത് പൂർണ്ണതയിലെത്തിക്കാൻ ജീവിത തിരക്കിനിടയിൽ പലർക്കും കഴിയാറില്ല. ഇവിടെയാണ് എഴുത്തും വായനയും ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കോഴിക്കോട്ടെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ വ്യത്യസ്തനാകുന്നത്. യു ബാലഗോപാലൻ. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഓട്ടോറിക്ഷയ്ക്കൊപ്പമുള്ള നെട്ടോട്ടത്തിനിടയിൽ എഴുതാനുള്ള തന്റെ കഴിവ് പ്രകടിപ്പിക്കാൻ ബാലഗോപാലൻ സ്വീകരിച്ചതാവട്ടെ തികച്ചും വ്യത്യസ്തമായൊരു രചനാശൈലിയായിരുന്നു. തന്റെ മനസ്സിലെ ആശയങ്ങൾ നല്ല ഭാഷാശുദ്ധിയോടെ എഴുതി പുറം ലോകത്തെത്തിച്ചിരുന്നത് അച്ചടി മാധ്യമങ്ങളിലെ കത്തുകളുടെ കോളങ്ങളിലൂടെയും ആകാശവാണി പ്രതികരണ വേദികളിലൂടെയുമായിരുന്നു. ഇരു മാധ്യമങ്ങളിലും ആ എഴുത്തുകൾക്ക് കിട്ടിയതാവട്ടെ അത്ഭുതപ്പെടുത്തുന്ന സ്വീകാര്യതയും. ആ എഴുത്തുകളിലൂടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയൊരു സുഹൃത്ത് വലയം സൃഷ്ടിച്ചെടുക്കാനും ബാലഗോപാലന് കഴിഞ്ഞു. ആനുകാലിക വിഷയങ്ങളെ ആഴത്തിൽ ഉൾക്കൊണ്ട് അച്ചടി മാധ്യമങ്ങളിലെ പ്രതികരണ വേദികളിലേക്ക് തന്റെ അഭിപ്രായങ്ങൾ സധൈര്യം കത്തുകളിലൂടെ എഴുതി അയക്കും. ഭാഷാശുദ്ധിയും നല്ല പദപ്രയോഗവും ആ കുറിപ്പുകൾക്ക് പ്രഥമ സ്ഥാനം തന്നെ നൽകും. കേരളത്തിൽ അക്കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾ അടിക്കടി ഉണ്ടാക്കിയ ഹർത്താലുകൾ, വിദ്യാഭ്യാസ വകുപ്പിലെ പരിഷ്കരണങ്ങളിലെ ന്യൂനതകൾ തുടങ്ങി വിമർശന വിധേയമായി ബാലഗോപാലൻ രേഖപ്പെടുത്തിയ കുറിപ്പുകൾ അക്കാലത്ത് ചർച്ചയായിട്ടുണ്ട്. ഇന്ധന വിലവർധന, രാഷ്ട്രീയ കൊലപാതകങ്ങൾ എന്നുവേണ്ട അക്കാലത്തെ സുപ്രധാന സംഭവങ്ങളിലെല്ലാം തന്റെ അഭിപ്രായം സധൈര്യം കത്തുകളിലൂടെ രേഖപ്പെടുത്തുകയും മാധ്യമങ്ങൾ അത് പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു. വർഷങ്ങളായി സിനിമയോടും സിനിമാകാരങ്ങളോടും അതീവ താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ എനിക്ക് സിനിമയോട് തന്നെ പ്രത്യേക താല്പര്യമുണ്ട്. അപ്പൊ അക്കാലത്ത് സിനിമയായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ആനുകാലികങ്ങളിൽ സിനിമയുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളെ പ്രതികരിക്കുക എന്നത് എന്റെ ഒരു ശീലമായിരുന്നു. അപ്പൊ ഏതാണ്ട് ഒരു 2000 വർഷത്തിലാണ് എനിക്ക് അങ്ങനെ ഒരു ചെറിയൊരു അസുഖം തുടങ്ങിയത്. സിനിമാ വരികളൊക്കെ വായിച്ചു അതിൽ വരുന്ന ലേഖനങ്ങളെ ആസ്പദമാക്കി കത്തുകൾ അയക്കുക എന്നൊരു പരിപാടിയായിരുന്നു. ചിത്രഭൂമി, രാഷ്ട്രദീപിക, നാന, മലയാളത്തിലെ പ്രശസ്തമായ എല്ലാ സിനിമാ പ്രസിദ്ധീകരണങ്ങളിലും എന്റേതായ പേരുകൾ അച്ചടിച്ചു വരാൻ തുടങ്ങി. അതായത് ഞാൻ എഴുതുന്ന കത്തുകൾക്ക് പ്രാധാന്യത്തോടുകൂടി പത്രാധിപന്മാർ പ്രസിദ്ധീകരിക്കുന്നതായിരുന്നു. പ്രത്യേകിച്ചും ചിത്രഭൂമി പോലൊരു പ്രസിദ്ധീകരണം, മാതൃഭൂമിയുടെ ഒരു ചലച്ചിത്ര പ്രസിദ്ധീകരണമാണ് ചിത്രഭൂമിയിലാണ് എന്റെ ധാരാളം കത്തുകൾ വന്നത്. അന്ന് ഏറ്റവും തിരഞ്ഞെടുക്കപ്പെടുന്ന കത്തുകൾക്ക് 500 രൂപ സമ്മാനം കൊടുക്കുന്ന ഒരു പരിപാടി. അത് ഒരു പക്ഷേ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നത് എനിക്കായിരുന്നു പറയും. മറ്റേ പത്രാധിപർ ബഹുമാനപ്പെട്ട എം സാറായി. അപ്പോ ഈ ഒരുപാട് പേരെന്നെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ഈ പത്രങ്ങളിലും ആനുകാലികങ്ങളിലൊക്കെ എന്റെ സിനിമ മാത്രമല്ല മറ്റു ചില വിഷയങ്ങളിലൊക്കെ ഞാൻ എന്റെ അഭിപ്രായങ്ങൾ പറയുമായിരുന്നു. അപ്പൊ അതൊക്കെ പ്രസിദ്ധീകരിച്ച് വരാൻ തുടങ്ങി. സിനിമാ പ്രസിദ്ധീകരണങ്ങൾ അല്ലാത്ത ചന്ദ്രിക, ആഴ്ചപ്പതിപ്പ്, മാധ്യമം തുടങ്ങിയ വാരികളിൽ വരുന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മറ്റ് അല്ലാത്ത വിഷയങ്ങളിലൊക്കെ വായിക്കാൻ തുടങ്ങി. അപ്പൊ അതിലും കൂടുതൽ കത്തുകൾ എഴുതാൻ തുടങ്ങി. മാധ്യമചന്ദ്രയൊക്കെ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു. അപ്പോ ഇതിങ്ങനെ ഒരുപാട് എഴുതി ഒരുപാട് കത്തുകളായി വന്നപ്പോ ഒരു ദിവസം മാധ്യമത്തിന്റെ ലേഖകൻ എന്നെ അന്വേഷിച്ച് വന്നു. അതിനെ പറ്റി ഒരു അഭിമുഖം തയ്യാറാക്കി ഒരു മാധ്യമ പത്രത്തിന്റെ സെക്കൻഡ് പേജില് ഒരു ദിവസം പ്രസിദ്ധീകരിച്ചു. വ്യത്യസ്തരായ ഒരു ഓട്ടോ ഡ്രൈവറെ പറ്റി കത്തുകളെ പ്രണയിച്ച ബാലഗോപാലൻ. അപ്പൊ അതനുസരിച്ച് വന്നപ്പോ എന്നെ പറ്റി അറിയാത്ത ആൾക്കാരും എന്റെ അയൽവാസികളൊക്കെ പിന്നീടാണ് അറിഞ്ഞത് എനിക്ക് ഇങ്ങനൊരു അസുഖമായിരുന്നു. പിന്നീട് മലയാള മനോരമയിൽ സ്ഥിരമായിട്ട് ഫോക്കസ് മനോരമ എന്നൊരു ഫംഗ്ഷൻ ചെയ്യുന്നു. അതിലിങ്ങനെ വ്യത്യസ്തങ്ങളായ വെറൈറ്റികളായ ആൾക്കാരെല്ലാം ഇങ്ങനെ പരിചയപ്പെടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ അതിലും എന്നെ പറ്റി ഒരു സംഭവം വന്നു. എന്റെ ഫോട്ടോ എടുക്കുന്ന ഇങ്ങനെ കത്തുകളൊക്കെ എഴുതുന്ന ബാലഗോപാലിനെ പറ്റിയല്ലോ ഫോട്ടോ സെറ്റ് വന്നപ്പോ എനിക്കത് ഞാൻ കുറച്ചുകൂടി പ്രശസ്തനായി. സത്യം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എനിക്ക് എന്നെ എല്ലാവരും ഇങ്ങനെ അറിയാൻ തുടങ്ങി എന്നുള്ളൊരു സത്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ധാരാളം സിനിമകൾ കാണുന്ന ഒരു സ്വഭാവം ഇരിക്കുന്നതായിരുന്നു. ചെറുപ്പത്തിലെ സിനിമകൾ കാണുക എന്നുള്ളത് എന്റെ ഒരു ഹോബിയുണ്ടായിരുന്നു. പാട്ടുകൾ, പഴയ പാട്ടുകളോ. അപ്പൊ ഏതാണ്ട് ശരിക്കും പറഞ്ഞാല് 2018 വരെ കൊറോണ വരുന്നവരെയാണ് സംഭവം ശരിക്കും ഞാൻ തുടർച്ചയായിട്ട് എഴുതിയിരുന്നു. ചലച്ചിത്ര താരം ശാന്താദേവി മരിച്ചപ്പോൾ ജീവിത യാഥാർത്ഥ്യം തിരശ്ശീലയ്ക്ക് പിന്നിൽ തിരിഞ്ഞു നോക്കാൻ ആളില്ല എന്ന തലക്കെട്ടോടെ എഴുതിയ കുറിപ്പ് ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. വളരുന്ന ശാസ്ത്ര സാങ്കേതികത തപാൽ വകുപ്പിനെയും കത്തെഴുത്തിനെയും ബാധിച്ചേക്കാമെന്ന ആശങ്ക മുൻകൂട്ടി പ്രവചിച്ച് 2015 പ്രസിദ്ധീകരിച്ച ഇനി എത്ര നാൾ എന്ന ശീർഷകത്തോടെ എഴുതിയ ലേഖനവും ശ്രദ്ധ നേടിയിരുന്നു. സോഷ്യൽ മീഡിയ പ്രചാരത്തിലെത്തുന്നതിനും എത്രയോ മുമ്പ് മലയാള സിനിമകളെ ഇഴകീറി മുറിച്ച് അച്ചടി മാധ്യമങ്ങളിലൂടെ സത്യസന്ധമായ റിവ്യൂ നടത്തിക്കൊണ്ടിരുന്ന നിരൂപകൻ കൂടിയാണ് ഇദ്ദേഹം. മാതൃഭൂമി, മനോരമ, മാധ്യമം, ചന്ദ്രിക, രാഷ്ട്രദീപിക, ചിത്രഭൂമി, സിനിമാ മംഗളം
എന്ന് വേണ്ട അന്നത്തെ ഒട്ടുമിക്ക പ്രസിദ്ധീകരണങ്ങളിലും അഭിപ്രായ വേദിയുടെ കോളങ്ങളിലൂടെ ഈ പേര് വായനക്കാർക്ക് സുപരിചിതമായിരുന്നു. റിലീസ് ദിവസം തന്നെ കോഴിക്കോട് വടകരയുള്ള തിയേറ്ററുകളിലെത്തും. സിനിമയും സിനിമാ ഗാനങ്ങളും ഏറെ ഇഷ്ടമായതിനാൽ സിനിമയുടെ സാങ്കേതിക വശങ്ങൾ ഉൾപ്പെടെ സൂക്ഷ്മമായി നിരീക്ഷിക്കും. പിന്നീട് കുറിപ്പുകളായി പോസ്റ്റ് കാർഡുകളിലേക്ക്. അടുത്ത ലക്കത്തിലെ സിനിമാ വാരികകളിൽ ആ കുറിപ്പ് നിർബന്ധമായും സ്ഥാനം പിടിച്ചിട്ടുണ്ടാവും. ഒരു സിനിമയുടെ ജയപരാജയങ്ങളെ ബാധിക്കാത്ത വിധത്തിൽ സത്യസന്ധമായ ആരോഗ്യപരമായ അഭിപ്രായങ്ങളായിരുന്നു എല്ലാം. ശാന്താദേവി മരിച്ചു കഴിഞ്ഞപ്പോഴായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ശാന്താദേവിക്ക് ശരിക്കും പറഞ്ഞാല് മലയാള സിനിമയിൽ അങ്ങനെ ചില അമ്മവേഷങ്ങൾ ചെയ്യുന്നാൽ അങ്ങനെ ഒരു കവിയൂർ പൊന്നമ്മേന്റോട്ടുള്ള അങ്ങനെ ഒരു പ്രാധാന്യം അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. ശാന്താദേവി അവസാന കാലത്ത് ഒരുപാട് കഷ്ടപ്പാടും വേദനയൊക്കെയായിരുന്നു. അതിനെപ്പറ്റി ഞാനൊരിക്കൽ ചിത്രബോധ കത്തുകളുടെ രൂപത്തിൽ ശരിക്കും തിരശ്ശീലയ്ക്ക് പുറത്താണ് ജീവിതം എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. യഥാർത്ഥ ജീവിതം തിരശ്ശീലയ്ക്ക് പുറത്താണ്. അതൊരു പ്രാധാന്യത്തോടുകൂടി അവരെ ചിത്രബോധി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ആ കത്തിനും നല്ല എല്ലാവരും വായിച്ചിട്ട് നന്നായിട്ടുണ്ട് ഈ പറഞ്ഞത്. ഈ ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ സിനിമ ഈ പേരാമ്പ്ര വരുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറത്തു വെച്ചിട്ട് ഈ വടകര പോയി കോഴിക്കോട് പോയി കാണുന്ന ഒരു സ്വഭാവമായിരിക്കട്ടായിരുന്നു. സിനിമ ആദ്യം കാണുക, ആദ്യം കണ്ടിട്ട് അതിന്റെ ഒരു അഭിപ്രായം പറയുക, അല്ലെങ്കിൽ അതിനെ പറ്റി വിലയിരുത്തുന്നത് ഒരുപാടായിരുന്നു. ഇങ്ങനെയാണ് ആ ശീലം തുടങ്ങിയത്. പിന്നെ മറ്റൊരാൾ നിരൂപണങ്ങൾ ഞാൻ അത്ര നേരിടുന്നത്. പക്ഷെ എനിക്ക് ശരിക്കും ഞാൻ തന്നെ വിലയിരുത്തുന്നത് സിനിമയെ പറ്റി. ഇപ്പോഴുള്ള സിനിമകളോട് എനിക്ക് അത്ര സിനിമകൾ ഞാൻ ഇപ്പോഴും കാണാറുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള സിനിമകളെ വിലയിരുത്താനുള്ളൊരു നിലവാരം ശരിക്കും നമുക്കുണ്ടോന്നല്ല. ഇത്ര സിനിമകൾ മനസ്സിലാക്കാനുള്ള ഇല്ല. സിനിമ തന്നെ മൊത്തം മാറിപ്പോയ സ്ഥിതിയിലാണ്. ചെറിയ ചെറിയ കുറിപ്പുകളായിട്ടായിരിക്കും, വലിയ നിരൂപന്മാരായിട്ട് അങ്ങനെ വരുന്ന ചെറിയ ചെറിയ കുറിപ്പുകളായിട്ട് പ്രസക്തമായ വിധത്ത് അവരിങ്ങനെ പ്രസിദ്ധീകരിക്കും. അങ്ങനെയാണ് ഇങ്ങനെ എനിക്ക് അതിനോട് ഒരു താല്പര്യം തോന്നി തുടങ്ങിയത്. അങ്ങനെ അപ്പൊ നമ്മൾ എഴുതുന്നത് പത്രാധിപന്മാർ ഒരു ശ്രദ്ധിക്കുന്നുണ്ടെന്ന്, ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കൊടുക്കും പ്രാധാന്യം നൽകി പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതൊരു പ്രചോദനവും പ്രോത്സാഹനവും കൂടിയാണ്. നമ്മളെ പ്രോത്സാഹിപ്പിച്ച എല്ലാ പത്രമാസികകളോടൊക്കെ ഇപ്പോഴും നമുക്ക് നന്ദിയും കടപ്പാടുണ്ട്. അതിന്റെയൊക്കെ ചരിത്രന്മാരും സമ്പരിത്രന്മാരൊക്കെ ഒരുപാട് വരങ്ങളുണ്ടായിരുന്നു. ഓട്ടോറിക്ഷ തൊഴിലാളിയായ ബാലഗോപാൽ തനിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച് അന്ന് ആനുകാലിക വാരികകളും ദിനപത്രങ്ങളും പോസ്റ്റ് കാർഡുകളും വാങ്ങിയത് എഴുത്തും വായനയും അത്രമേൽ ഇഷ്ടമായതുകൊണ്ടായിരുന്നു. സിനിമാ സംബന്ധിയായ വിഷയങ്ങളിൽ അതിയായ താല്പര്യമുള്ളതുകൊണ്ട് തന്നെ 2009 ദൂരദർശൻ സംസ്ഥാന തലത്തിൽ നടത്തിയ ലൈവ് ഫിലിം ക്വിസിൽ വിജയിക്കുകയും ചെയ്തു. മലയാള മനോരമയിലെ ഫലിത ബിന്ദുക്കൾ, രാഷ്ട്രദീപികയിലെ കാർട്ടൂൺ സ്കോപ്പ് എന്നിവയിൽ സ്ഥിര സാന്നിധ്യമായിരുന്നു ബാലഗോപാലന്റെ രചനകൾ. മറ്റെല്ലാ മേഖലയും പോലെ കോവിഡ് അച്ചടി മാധ്യമങ്ങളുടെ പ്രചാരത്തിലും പ്രതിസന്ധി സൃഷ്ടിച്ചത് ബാലഗോപാലന്റെ എഴുത്തിനെയും പ്രതികൂലമായി ബാധിച്ചു. കൊറോണ വന്നപ്പോൾ ഒരു കൊല്ലം എല്ലാം നിശ്ചലമായി. പിന്നീട് ഈ പ്രിന്റഡ് മാസികകളൊക്കെ ശരിക്കും അപ്രത്യക്ഷമാകാൻ തുടങ്ങി. അതോടുകൂടി എന്റെ ശരിക്കും പറഞ്ഞാൽ എന്റെ എഴുത്തും ശരിക്കും നിന്നു എന്ന് പറയാം. പിന്നീട് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്കാണ് പോയത്. അപ്പോൾ ശരിക്കും ഞാൻ സോഷ്യൽ മീഡിയ ഞാനത്ര സജീവമല്ല. എന്നാലും മറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു വായിക്കുന്നത്. അതിപ്പം പ്രിന്റഡ് മാഗസിനുകളിൽ ഞാനിപ്പോ അങ്ങനെ എഴുതാറില്ല. പക്ഷെ എഴുത്ത് എനിക്കിപ്പോ ഉള്ളിൽ തികച്ചു വരുന്നൊരു ഇതാണ്, ഒരു ലഹരിയാണ് ശരിക്കും. കത്തുകൾ എഴുതുക, അത് പ്രത്യേകിച്ച് കാണുക എന്നുള്ളത്. കോഴിക്കോട്, തിരുവനന്തപുരം, കണ്ണൂർ ആകാശവാണി നിലയങ്ങളിലെ സ്ഥിര ശ്രോതാവായ ബാലഗോപാലൻ കത്തുകളിലൂടെ അവിടെയും തന്റെ സാന്നിധ്യം അറിയിച്ചിരുന്നു. ഇതുവഴി സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും സുഹൃത്ത് വലയം സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഞാൻ നല്ലൊരു റേഡിയോ ആരാധകൻ കൂടിയാണ്. റേഡിയോ കോഴിക്കോട് നിലയം, കണ്ണൂർ നിലയം പോലുള്ള റേഡിയോ നിലയങ്ങളായിട്ടൊക്കെ എനിക്ക് ഒരുപാട് ബന്ധമുണ്ട്. അവിടെയുള്ള സ്റ്റേഷൻ ഡയറക്ടർമാരുമായിട്ട് അവിടെ ജീവനക്കാരായിട്ടൊക്കെ എനിക്ക് ഒരുപാട് ബന്ധമുണ്ട്. റേഡിയോ പരിപാടികളൊക്കെ പങ്കെടുത്തിട്ട് ഞാൻ ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവിടെ റേഡിയോ സ്റ്റേഷനിലൊക്കെ സന്ദർശിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അതിപ്പോഴും തുടരുന്നുണ്ട്. റേഡിയോ കേൾക്കുക എന്നുള്ളത് നല്ലൊരു സ്വഭാവശീലമാണ്. ആ വഴിക്ക് അങ്ങനെയും ചില ഗുണങ്ങൾ. പിന്നെ റേഡിയോ സുഹൃത്ത് സംഗമങ്ങൾ സംഘടനകളുണ്ട്. ഉണ്ടല്ലോ, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ഒരിക്കലും കോഴിക്കോട് റേഡിയോ സുഹൃത്തുക്കളുടെ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നവരോ അവിടെയൊക്കെ ഞാൻ പോകാറുണ്ട്, അതിൽ പങ്കെടുക്കാറുണ്ട്, ചെയ്യാറുണ്ട്. അങ്ങനെ ഒരുപാട് സുഹൃത്ത് വലയങ്ങൾ കേരളത്തിൽ തന്നെയായിട്ട് ഒരുപാട് എല്ലാ ജില്ലകളിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട്. ആകാശവാണി ഒരുപാട് നമ്മളെ പ്രോത്സാഹിപ്പിച്ച സമയം. ആകാശവാണി തന്നെ ഒരുപാട് മത്സര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഈ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ഉണ്ടാകുക. അതിലൊക്കെ ഞാനിങ്ങനെ പങ്കെടുക്കുകയും അതിലൊക്കെ സമ്മാനങ്ങൾ കിട്ടുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് ഈ ആകാശവാണികൾ പ്രത്യേകത ആകാശവാണി എല്ലാവരും കേൾക്കുന്ന ഒരു മാധ്യമമായതുകൊണ്ട് ഒരുപാട് നമ്മൾ പേരാമ്പ്ര മാത്രമല്ല മറ്റു ജില്ലകളിലെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഒരുപാട് ആൾക്കാർ കേൾക്കാം. അവരിങ്ങനെ ഇതിനൊരിക്കലും എന്തായാലും ഒരു രസമുള്ള സംഭവം എന്ന് പറഞ്ഞാല് ആകാശവാണി കോഴിക്കോട് സ്റ്റേഷൻ ഡയറക്ടറായിരുന്ന രാജശേഖരൻ സാറ് മരിച്ചു. അദ്ദേഹം CKG കോളേജിൽ എന്തൊരു പരിപാടിക്ക് വേണ്ടി വന്നിരുന്നു. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ പേരാമ്പ്ര സ്റ്റാൻഡിൽ വന്ന് എന്നെ അന്വേഷിച്ചു. അന്ന് ഫോണൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നു. അങ്ങനെ ഡ്രൈവർമാരെ അന്വേഷിച്ചു ബാലവാളെ പറ്റി. അല്ല പിന്നീട് ഇങ്ങനെ പറഞ്ഞു ഞാൻ പേരാമ്പ്ര അന്വേഷിച്ചത് കാണാതെ ഒന്ന് ഫോണില്ലാത്തോണ്ടാ പറ്റി. അപ്പൊ എന്താ വെച്ചാൽ അത് ഞാനിങ്ങനെ ആകാശവാണിയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ കത്തുകൾ എഴുതുകയും അതിലയാൾക്ക് അറിയായിരുന്നു. അപ്പൊ എന്നെ ഒന്ന് കാണാൻ പരിചയപ്പെടുന്നുള്ളൊരു ഒരാഗ്രഹമുണ്ട്.
താൻ എഴുതി വിവിധ അച്ചടി മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച 1000-ലധികം രചനകളുടെ ശേഖരമുണ്ട് ബാലഗോപാലന്റെ കയ്യിൽ. ഇവയെല്ലാം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കണം. അതിനുള്ള ഒരു ഭൗതിക സാഹചര്യം ഒരുങ്ങുന്നില്ല. അതിനായി ആരെങ്കിലും സഹായഹസ്തവുമായി എത്തുമെന്നൊരു പ്രതീക്ഷയുണ്ട്. സിനിമയായിട്ട് ബന്ധപ്പെട്ട പ്രസിദ്ധീകരണങ്ങളിൽ ഞാൻ വായിക്കുന്നത് ഒരുപാട് സാധനങ്ങളുണ്ട്. വലിയ വലിയ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഒരു 400-500 രൂപ വില വരുന്ന പുസ്തകങ്ങളൊക്കെ ഇപ്പോഴും അതൊക്കെ ഞാൻ വായിച്ചത്. അതിനൊക്കെ പ്രചോദനം കൊണ്ടാണ് എഴുതാനുള്ളൊരു ഇത് കിട്ടുന്നത്. അങ്ങനെ വായനയാണ് ഏറ്റവും വലിയൊരു ധാരാളം വായിക്കുമ്പോഴാണ് എന്ത് വിഷയത്തിൽ നമുക്ക് എഴുതാനുള്ള പ്രചോദനം കിട്ടും. വായിക്കാൻ എഴുതാനാവില്ല. ഇപ്പൊ എന്താ പറഞ്ഞാൽ ശരിക്കും ആയിരക്കണക്കിന് കത്തുകളുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പുസ്തക രൂപത്തിലാക്കി പ്രസിദ്ധീകരിക്കണമെന്നുള്ള ആഗ്രഹം. പക്ഷെ അതിനൊക്കെ ഒരുപാട് സാമ്പത്തിക ചെലവും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് ശരിക്കും പറഞ്ഞാൽ അത് പ്രസിദ്ധീകരിച്ചാൽ ഒരു പുസ്തക രൂപത്തിലൊക്കെ ആക്കിയാൽ വായിക്കാനാണല്ലോ. പക്ഷെ അതിനുള്ള മെനക്കേടും എന്റെ സമയവും പണവും ഞാൻ തന്നെ മുന്നിട്ടിറങ്ങണ്ടായിരുന്നു. എനിക്ക് ഓട്ടോട് ജീവിക്കാനാണ് എന്റെ തൊഴില്. എന്റെ തൊഴിലായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്ന അവസരങ്ങൾ മാത്രമേ ഞാനിത് ഉപയോഗിക്കുന്നു. അതെന്റെ ഒരു സൈഡ് ആയിട്ട് പോകുന്നത്. അതൊന്നത് ഉള്ളിലുള്ള ഒരു കലാവാസന അതിങ്ങനെ ഞാൻ തന്നെ സ്വയം തന്നെ പ്രോത്സാഹിപ്പിച്ചു. മാത്രമേ മറ്റു പുസ്തകങ്ങളൊക്കെ വായിക്കാറ്. ഇൻസ്പിറേഷൻ കുറവാണ്. എഴുതി ഫലിപ്പിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഇല്ല എനിക്ക്. ശരിക്കും സിനിമ പ്രസിദ്ധീകരണം കാര്യമായിട്ട് ഇതൊരു വിഷയമാണ്. ഞാനാദ്യം പറഞ്ഞു സിനിമയാണ് നമ്മളൊരു പ്രധാന വിഷയം. അപ്പൊ സിനിമ മാസികകൾ തന്നെ ശരിക്കും പറഞ്ഞാലിപ്പോ കുറവാണ്. സത്യത്തിൽ ഞാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഈ സ്മാർട്ട് ഫോണാണ് നമ്മളെ ശരിക്കും പരിസരം. ശരിക്കും ലെറ്റർ എഴുതുന്ന പരിപാടി ഇപ്പം പോസ്റ്റ് ഓഫീസ് തന്നെ ഇപ്പം കാർഡുകളൊക്കെ കുറവാണ് പോകുന്നത്. അപ്പൊ അതിനാർക്കും സമയം കിട്ടുന്നില്ല. ആ ഒരു വിഷയത്തിന്റെ ഇതാണ് സംഭവം.